എല്ലാവർക്കും MCO 01ന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചായിരുന്നു. ബിസിനസ്സിലെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്, ബിസിനസ്സിലെ പല ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ട്, ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് റിസർച്ച്. Research may be classified into different types for the sake of better understanding the concept. Several bases can be adopted for the classification, such as nature of data, branch of knowledge, extent of coverage, place of investigation, method employed, time frame, and so on. Depending upon the basis adopted for the classification, research may be classified into a class or type. അപ്പോൾ റിസർച്ചിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്, റിസർച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർച്ചിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനും പല ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ചിലത് ഡേറ്റ വെച്ചുകൊണ്ട്, ചിലത് ബ്രാഞ്ച് ഓഫ് നോളജ് വെച്ചുകൊണ്ട്, ചിലത് എക്സ്റ്റെൻഡ് ഓഫ് കവറേജ് വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ പല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പല ബേസിസിലാണ് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. It is possible that a piece of research work can be classified under one type. Hence, there will be overlapping. It must be remembered that good research uses a number of types, methods and techniques. അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന റിസർച്ച് മറ്റൊരു ക്ലാസിഫിക്കേഷനിലും ഓവർലാപ്പ് ചെയ്തു വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടാണ്. നമ്മൾ സാധാരണ കേസിൽ റിസർച്ച് നടത്തുമ്പോൾ നല്ല റിസർച്ച് ആണെങ്കിൽ അതിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ടെക്നിക്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹെൻസ് റിജിഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ റിസർച്ചിനെ അങ്ങനെ റിജിഡ് ആയിട്ട്, അതായത് കൃത്യതയോടുകൂടി ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. എങ്കിലും റിസർച്ചിന്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് പല ബേസിസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു ദ ബ്രാഞ്ച് ഓഫ് നോളജ്. ബ്രാഞ്ച് ഓഫ് നോളജ് വെച്ചുകൊണ്ട് റിസർച്ചിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ബ്രാഞ്ച് ഓഫ് നോളജ് നമുക്കുണ്ടെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് തിരിക്കാറുണ്ട്. സോഷ്യൽ സയൻസിൽ വരുന്നതാണ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ബിസിനസ് എഡ്യൂക്കേഷനിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഉണ്ട്. ബിസിനസ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ, പേഴ്സണൽ, ഫിനാൻസ്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ് പോലെയുള്ളത്. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് മാനേജ്മെന്റ് റിസർച്ച്. മാനേജ്മെന്റ് റിസർച്ചിൽ പലതരത്തിലുള്ള ഫങ്ഷൻസ് ആണ് അത് വരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, കോർഡിനേറ്റിംഗ് പോലെയുള്ള മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് മാനേജ്മെന്റ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. പലതരത്തിലുള്ള മോട്ടിവേഷണൽ തിയറീസ് മാനേജ്മെന്റ് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ പറയുന്നത് റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, അതായത് പലതരത്തിലുള്ള സിമ്പിൾ തൊട്ട് കോംപ്ലക്സ് പ്രോബ്ലം വരെ കൈകാര്യം ചെയ്യുന്ന റിസർച്ചാണ് റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. ബിസിനസ്സിലെ ഹ്യൂമൻ ആസ്പെക്റ്റുകളെയാണ് കൺസിഡർ ചെയ്യുന്നത് റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. എങ്ങനെയാകണം ജോബ് ഇവാലുവേഷൻ, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ് പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് വരുന്നത്. ഈ റിസർച്ച് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ, ഫിനാൻഷ്യൽ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ് ഒക്കെയാണ് ഫിനാൻഷ്യൽ റിസർച്ച് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നത്. ഇനി അക്കൗണ്ടിങ് റിസർച്ചിന് ഭാഗമായിട്ട് വരുവാണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് വരുന്നത്. പല മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, അപ്പം അങ്ങനെയുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇൻവെന്ററി വാലുവേഷൻ, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്, ജനറൽ അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് പോലുള്ള ഏരിയാസ് ആണ് അക്കൗണ്ടിങ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലംസ്, മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റിംഗ് പോളിസീസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ബിസിനസ് പോളിസി റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത് റിസർച്ച് വിത്ത് പോളിസി ഇംപ്ലിക്കേഷൻസ്. പലതരത്തിലുള്ള ബിസിനസിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബിസിനസ് പോളിസി റിസർച്ചിൽ വരുന്നത്. ബിസിനസ് ഹിസ്റ്ററി റിസർച്ചിൽ ബിസിനസിന്റെ പാസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ബ്രാഞ്ച് ഓഫ് നോളജ് വെച്ചുകൊണ്ട് റിസർച്ചിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് ലൈഫ് ആൻഡ് ഫിസിക്കൽ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്.
സോഷ്യൽ സയൻസിൽ വരുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, സോഷ്യോളജി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വീണ്ടും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മാനേജ്മെന്റ് റിസർച്ച്, റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്, റിസർച്ച് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ് റിസർച്ച്, മാർക്കറ്റിംഗ് റിസർച്ച്, ബിസിനസ് പോളിസി റിസർച്ച് ആൻഡ് ബിസിനസ് ഹിസ്റ്ററി റിസർച്ച്. രണ്ടാമത്തെ ടൈപ്സ് ഓഫ് റിസർച്ചിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ഡേറ്റ. A simple dichotomous classification of research is quantitative research and qualitative research. റിസർച്ചിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഡേറ്റയെ വെച്ചുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നും. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് വേരിയബിൾസ് ബേസ്ഡ് വേർ ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ആട്രിബ്യൂട്ട്സ് ബേസ്ഡ്. അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി, മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് വെച്ചുകൊണ്ടാണ് റിസർച്ച് നടത്തുന്നതെങ്കിലാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. വേരിയബിൾ ബേസ്ഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ മെഷർമെന്റ്, ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഫിനോമിന അണ്ടർ സ്റ്റഡി. നമ്മൾ എന്തിനെ കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നത് അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇൻ അതർ വേസ് ഇറ്റ് ഈസ് ഡേറ്റ ബേസ്ഡ് ആൻഡ് ഹെൻസ് മോർ ഒബ്ജക്റ്റീവ് ആൻഡ് മോർ പോപ്പുലർ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡേറ്റയെ വെച്ചുകൊണ്ടാണ്, അതുകൊണ്ടാണ് അത് കൂടുതൽ ഒബ്ജക്റ്റീവും കൂടുതൽ പോപ്പുലറും ആയിട്ടുള്ളത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡേറ്റയെ വെച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ സബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് ദ ആട്രിബ്യൂട്ട്സ്, മോട്ടീവ്, ഒപ്പീനിയൻ, ഡിസൈഡ്സ്, പ്രിഫറൻസ്, ബിഹേവിയർ. മെഷർ ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റീവ് അസസ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, മോട്ടീവ്സ്, ഒപ്പീനിയൻസ്, ഡിസൈഡ്സ്, പ്രിഫറൻസ്, ബിഹേവിയറൊക്കെ എത്തി നടക്കുന്ന റിസർച്ച് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് ഇൻ സച്ച് എ സിറ്റുവേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിസർച്ചേഴ്സ് ഇൻസൈറ്റ്സ് ആൻഡ് ഇംപ്രഷൻസ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ റിസർച്ചറുടെ ഇൻസൈറ്റും ഇംപ്രഷൻസും കൂടെ ഇപ്പം കടന്ന് വരുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നോൺ മെഷറബിൾ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ടുള്ള റിസർച്ച് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സബ്ജക്റ്റീവ് അസസ്മെന്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, മോട്ടീവ്സ്, ഒപ്പീനിയൻസ്, ഡിസൈഡ്സ്, പ്രിഫറൻസ്, ബിഹേവിയർ പോലുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് റിസർച്ച് നടത്തുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റയെ വെച്ചുകൊണ്ട്, നേച്ചർ ഓഫ് ഡേറ്റ വെച്ചുകൊണ്ട് റിസർച്ചിനെ രണ്ടായിട്ടാണ് വെച്ചേക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ കവറേജ്. According to the number of units covered, it can be macro study or micro study. എത്ര യൂണിറ്റ്സ് ആണ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നതിനെ വെച്ചുകൊണ്ട്, എത്ര ഏരിയ ആണ് വരുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മാക്രോ സ്റ്റഡി ആൻഡ് മൈക്രോ സ്റ്റഡി എന്ന് പറയുന്നത്. മാക്രോ സ്റ്റഡി ഈസ് എ സ്റ്റഡി ഓഫ് വോൾ, മൈക്രോ സ്റ്റഡി ഈസ് എ സ്റ്റഡി ഓഫ് ദ പാർട്ട്. മാക്രോ സ്റ്റഡി എന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡി ഓഫ് ദ വോൾ, മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും. മൈക്രോ എന്ന് പറയുന്ന ഒരു പാർട്ട്, മുഴുവൻ വോളിൽ ഒരു പാർട്ട് മാത്രമാണ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് മൈക്രോ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ അക്കോർഡിംഗ് ടു ദ കവറേജ് വെച്ചുകൊണ്ട് റിസർച്ചിനെ മാക്രോ സ്റ്റഡി എന്നും മാക്രോ റിസർച്ച് എന്നും മൈക്രോ റിസർച്ച് എന്നും പറയുന്നുണ്ട്. മാക്രോ മീൻസ് വോൾ, മുഴുവൻ കാര്യങ്ങളെ കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നതെങ്കിലാണ് മാക്രോ. ഒരു പാർട്ട് മാത്രമാണ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് മൈക്രോ സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ യൂട്ടിലിറ്റി ഓർ ആപ്ലിക്കേഷൻസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂസ് ഓഫ് റിസർച്ച് റിസൾട്ട്, വെദർ ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ തിയറി ബിൽഡിംഗ് ഓർ പ്രോബ്ലം സോൾവിംഗ്, റിസർച്ച് ക്യാൻ ബി ബേസിക് ഓർ അപ്ലൈഡ്. അപ്പൊ റിസർച്ചിന്റെ റിസൾട്ട് കൊണ്ടുള്ള യൂസ് എന്താണ്? അതൊരു തിയറിയുടെ ഡെവലപ്മെന്റ് ആണോ, പ്രോബ്ലം സോൾവിംഗ് ആണോ? റിസർച്ച് കൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ, അല്ലെങ്കിൽ നിലവിലുള്ള തിയറി ഒരു പുതിയ തിയറി ഡെവലപ്പ് ചെയ്യാനാണോ വെച്ചിരിക്കുന്നത്? അതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബേസിക് റിസർച്ച് എന്നും അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നു. ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് നിലവിലുള്ള നോളജ് അഡ്വാൻസ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള റിസർച്ച് ആണ്, അല്ലാതെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടല്ല. നിലവിലുള്ള നോളജ് അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടി, തിയറി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നടക്കുന്ന റിസർച്ച് ആണ് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ഓൺ ദ പ്രോബ്ലം പോസ്റ്റ് ബൈ ദ സ്പോൺസറിങ് ഏജൻസീസ് ഫോർ ദ പർപ്പസ് ഓഫ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സൊല്യൂഷൻ ടു ദീസ് പ്രോബ്ലംസ്. അപ്പൊ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കോംപ്ലക്സിറ്റീസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ യൂട്ടിലിറ്റി ഓർ ആപ്ലിക്കേഷൻ.
യൂട്ടിലിറ്റി ഓർ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് റിസർച്ചിന് രണ്ടായിട്ട് തിരിച്ചേക്കുന്നത് ബേസിക് റിസർച്ചും അപ്ലൈഡ് റിസർച്ചും. ബേസിക് റിസർച്ച് നിലവിലുള്ള തിയറിയുടെ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട്, നോളജിന്റെ അഡ്വാൻസ്മെന്റിന് വേണ്ടി നടത്തുന്ന ഒറിജിനൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ബേസിക് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ പ്ലേസ് വെയർ ഇറ്റ് ഈസ് ക്യാരിഡ്. എവിടെയാണ് റിസർച്ച് നടത്തുന്നത് എന്നതിനെ വെച്ചുകൊണ്ട്, ഡേറ്റ ജനറേറ്റിംഗ് സോഴ്സ്, എവിടെ നിന്നാണ് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫീൽഡ് സ്റ്റഡീസ്, ലബോറട്ടറി സ്റ്റഡീസ്, ലൈബ്രറി സ്റ്റഡീസ്. അതായത് ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട്, അതായത് ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഫീൽഡിൽ നിന്നാണ്, പല ആളുകളിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് റിസർച്ച് നടത്തുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ഫീൽഡ് സ്റ്റഡീസ്. ഒരു ലബോറട്ടറിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സ്റ്റഡി ആണെങ്കിൽ അതിന് പറയുന്നതാണ് ലബോറട്ടറി സ്റ്റഡീസ്. ഒരു ലൈബ്രറിയുടെ സഹായത്തോടു കൂടി ഡോക്യുമെന്റ് ഒക്കെ റിസർച്ച് നടത്തിക്കൊണ്ട് പരിശോധിച്ചുകൊണ്ടുള്ള റിസർച്ച് ആണെങ്കിലാണ് ലൈബ്രറി സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ് റിസർച്ച് നടത്തുന്നത്, അക്കോർഡിംഗ് ടു ദ പ്ലേസ് വെയർ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട്, എവിടെയാണ് റിസർച്ച് നടക്കുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഫീൽഡ് സ്റ്റഡീസ്, ലബോറട്ടറി സ്റ്റഡീസ് ആൻഡ് ലൈബ്രറി സ്റ്റഡീസ്. ആറാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ റിസർച്ച് മെത്തേഡ്സ് യൂസ്ഡ്. ഏത് തരത്തിലുള്ള റിസർച്ച് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സർവേ റിസർച്ച്, ഒബ്സർവേഷൻ റിസർച്ച്, കേസ് റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച്. അപ്പോൾ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട്, ഡേറ്റ അനലൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത് എന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ ആറായിട്ട് തിരിച്ചിരിക്കുന്നതാണ്: സർവേ റിസർച്ച്, ഒബ്സർവേഷൻ റിസർച്ച്, കേസ് റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച്. അടുത്ത ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ ടൈം ഫ്രെയിം. സമയം വെച്ചുകൊണ്ട് എത്ര നാളത്തേക്കാണ് ആ റിസർച്ചിനുള്ള സ്റ്റഡിക്കുള്ള സമയം അനുവദിച്ചിരിക്കുന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: വൺ ടൈം ഓർ സിംഗിൾ ടൈം പീരിയഡ് റിസർച്ച്. അതായത് ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് നടത്തുന്ന റിസർച്ചിനെയാണ് വൺ ടൈം ഓർ സിംഗിൾ ടൈം പീരിയഡ് റിസർച്ച് എന്ന് പറയുന്നത്. ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത് ഒന്നിലധികം വർഷങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിലധികം പീരീഡ്സിൽ നടക്കുന്ന റിസർച്ച് ആണ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത പീരീഡിലേക്ക് സമയം അനുവദിച്ചുകൊണ്ട് നടത്തുന്ന റിസർച്ച് ആണ് വൺ ടൈം ഓർ സിംഗിൾ ടൈം റിസർച്ച് എന്ന് പറയുന്നത്. ഒന്നിലധികം വർഷങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിലധികം പീരീഡ്സിൽ നടക്കുന്ന റിസർച്ച് ആണ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഫ്രെയിം വെച്ചുകൊണ്ട്, അക്കോർഡിംഗ് ടു ദ ടൈം ഫ്രെയിം, റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വൺ ടൈം റിസർച്ച് ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ റിസർച്ച്. അടുത്ത എട്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി. എന്താണ് റിസർച്ചിന്റെ സ്റ്റഡിയുടെ പർപ്പസ് എന്നതിനെ വെച്ചുകൊണ്ട് റിസർച്ചിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത് പറയുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, രണ്ടാമത് പറയുന്നുണ്ട് അനലിറ്റിക്കൽ സ്റ്റഡി, മൂന്നാമത് പറയുന്നുണ്ട് ഇവാലുവേഷൻ സ്റ്റഡി, നാലാമത് പറയുന്നുണ്ട് എക്സ്പ്ലോറേറ്ററി സ്റ്റഡി. അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. ജനറലി ഫാക്ട് ഫൈൻഡിങ് സ്റ്റഡീസ് ഓഫ് ദിസ് ടൈപ്പ്, എന്തെങ്കിലും ഫാക്ട്സ് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന സ്റ്റഡീസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിനെ കുറിച്ചാണ് വരുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സെർച്ചിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുക, വ്യക്തിയെയോ സിറ്റുവേഷനെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയോ ഇവന്റിനെയോ മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. രണ്ടാമത്തെ ടൈപ്പാണ് അനലിറ്റിക്കൽ സ്റ്റഡി. The researcher uses facts or information already available and analyze them to make critical examination of the material. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് ക്രിട്ടിക്കൽ എക്സാമിൻ ചെയ്തുകൊണ്ട് റിസർച്ച് നടത്തുന്നതിന് പറയുന്നതാണ് അനലിറ്റിക്കൽ. താരതമ്യം ചെയ്തുകൊണ്ട് നിലവിലുള്ള ഡേറ്റയെ വീണ്ടും അനലൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന റിസർച്ച് ആണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. ദീസ് ആർ ജനറലി എക്സ്പോസ്ഡ് ഫാക്ടർ സ്റ്റഡീസ്. നിലവിലുള്ള ഡേറ്റ വെച്ചുകൊണ്ട് നടത്തുന്ന സ്റ്റഡി ആയതുകൊണ്ടാണ് ഇതിന് നമ്മൾ പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ഫാക്ടർ സ്റ്റഡീസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവാലുവേഷൻ സ്റ്റഡി. This type of study is generally conducted to evaluate the impact of a particular event or particular decision. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഒരു ഡിസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇവന്റ് കൊണ്ടോ ഉണ്ടായിട്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ്, ഇമ്പാക്ട് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡിയാണ് ഇവാലുവേഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. നാലാമത് പറയുന്നുണ്ട് എക്സ്പ്ലോറേറ്ററി സ്റ്റഡി. The information known on a particular subject matter is little. Hence, the study is conducted to know more about it so as to formulate the problem and procedures of the study. Such a study is called exploratory study.
ഏതെങ്കിലും സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വളരെ കുറച്ച് മാത്രമേ ലഭ്യമായിട്ടുള്ളെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആ ഫീൽഡിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് നടത്തുന്ന ഒരു റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി. അപ്പോൾ എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞ പേര് തന്നെയുണ്ട്, ടു എക്സ്പ്ലോർ, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്, നിലവിലെ ഡേറ്റ അവൈലബിൾ അല്ലാത്ത ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ലാത്ത മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി, എന്ത് ഒബ്ജക്റ്റീവ്സിനെ, പർപ്പസിനെ, എയിംസിനെ വെച്ചുകൊണ്ടാണ് സ്റ്റഡി നടത്തുന്നത്, അതിനെ വെച്ചുകൊണ്ട് റിസർച്ചുകളെ 4 തിരിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, അനലിറ്റിക്കൽ സ്റ്റഡി, ഇവാലുവേഷൻ സ്റ്റഡി ആൻഡ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡി. ഇപ്പൊ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് ആണ്. റിസർച്ചിനെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് പല റിസർച്ചിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ റിസർച്ചിനെ കുറിച്ച് മനസ്സിലാക്കാൻ ക്ലാസിഫിക്കേഷൻ കൊണ്ട് സഹായിക്കുന്നതാണ്. പല ബേസിസിൽ റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, അക്കോർഡിംഗ് ടു ദ ബ്രാഞ്ച് ഓഫ് നോളജ് ആണെങ്കിൽ ലൈഫ് ആൻഡ് ഫിസിക്കൽ സയൻസ് റിസർച്ച് ആൻഡ് സോഷ്യൽ സയൻസ് റിസർച്ച്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ഡേറ്റ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അക്കോർഡിംഗ് ടു ദ കവറേജ്, macro study and micro study. According to the utility, basic research and applied research. According to the place where it is carried out, field studies, laboratory studies and library studies. According to the research method used, survey research, observation research, case research, experimental research, historical research and comparative research. According to the time frame, one-time research and longitudinal research. According to the purpose of the study, descriptive study, analytical study, evaluative study and exploratory study. ഇപ്പോൾ റിസർച്ചിനെ പല ബേസിസിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓരോ ബേസിസിലും പല ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്.